ഇടയാറിലെ വ്യവസായ മേഖലയിലെ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹവുമായി ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, ജനങ്ങൾ പ്രതിഷേധത്തിലാണ്, പക്ഷേ പോലീസ് ഇടപെടുന്നത് കണ്ടു. ഇപ്പോൾ കാര്യങ്ങൾ സമവായത്തിലെത്തിയോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഈ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ആളുകൾ പ്രതിഷേധിക്കുന്നത്. ഇന്നലത്തെ ഈ ഇടയാറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട ശത്രുഘ്നൻ മുഖ്യയുടെ ഭാര്യയാണ് ഇപ്പോൾ ഇരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇവർ റോഡിന് സമീപം വന്നിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിൽ നേരത്തെ ഇവർ കമ്പനിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. നേരത്തെ കളക്ടർ അടക്കമുള്ളവരുടെ ഒരു യോഗം ചേർന്നിരുന്നതാണ്. എന്നാൽ അതിനുശേഷം കമ്പനി പ്രതിനിധികളും കളക്ടറുമൊക്കെ ആയിട്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു തീരുമാനം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലിയും ഒപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസം, ഈ ഒരു കാര്യങ്ങളായിരുന്നു കമ്പനി മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ. എന്നാൽ ഇത് അംഗീകരിക്കാനായിട്ട് കുടുംബം തയ്യാറായിട്ടില്ല. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണെന്ന് ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ADM അടക്കമുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഇനി ഇവർ പിരിയുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം ആലോചിക്കുള്ളൂ. ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഈ ഒരു ആവശ്യം തന്നെയാണ്. അതായത് 25 ലക്ഷം രൂപ തന്നെ വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. चोरी बेमान मेरा पति उस कंपनी में मौत हुआ है। मेरा पति को, मेरा 3 छोटा छोटा बच्चा है। मेरा बच्चा को कौन पढ़ाएगा? मेरे को गांव में घर नहीं है। मेरे को गांव में घर माटी में नहीं है। नहीं, काम नहीं चाहिए मुझे, मेरा मदद चाहिए। मेरा बच्चा के पढ़ाई के लिए पैसा चाहिए। मेरा महीना खाने में भी खाना खाऊंगा ना, मैं बच्चा को पढ़ाऊंगा ना। मेरा बेटा बेटी के शादी कौन कर देगा? मेरा आँख के प्रॉब्लम है, मेरा आँख का प्रॉब्लम है। ശ്രീജ, ഇവർ പറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 3 മക്കളാണ് ഉള്ളത്. എന്നാൽ ഈ കമ്പനി നേരത്തെ നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം, അതായത് ജോലി കൊടുക്കാം, ഇവർക്ക് ജോലി കൊടുക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കണ്ണിന് അടക്കം പ്രശ്നമുണ്ട്, അതുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. ഇവർക്ക് വീടില്ല, വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഈ ഒരു നഷ്ടപരിഹാരം എന്നുള്ളൊരു ആവശ്യം ഏതായാലും മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും ഈ സ്ഥലത്തെ ഈ ഇദ്ദേഹത്തിന്റെ മകനടക്കമുള്ള, അതായത് ഈ ശത്രുഘ്നൻ മുഖ്യയുടെ മകനടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചർച്ച നടത്തിയിരുന്നല്ലോ, എന്താണ് അവര് മുന്നോട്ട് വെക്കുന്നത്? അവര് 5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ്, എന്നിട്ട് ബാക്കിയെല്ലാം ഹെൽപ്പ് ചെയ്ത് തരാന്ന്. ബാക്കിയെല്ലാം അവരൊന്നും ചെയ്യില്ല, ഹെൽപ്പ് ചെയ്യില്ല. ഉടായിപ്പാണ്, ആകെ ഉടായിപ്പാണ്. ഇത് പറ്റിയിട്ടുണ്ട്, മുമ്പും പറ്റിയിട്ടുണ്ട്. അച്ഛൻ എത്ര നാളായി ഈ കമ്പനിയിൽ ജോലി? 6 വർഷം. എന്നിട്ട് ഇങ്ങനെ റെസ്പോണ്ട്, റെസ്പെക്ട് വേണ്ടേ? 26 വർഷം കമ്പനിക്ക് വേണ്ടി ജീവിച്ച് കമ്പനിക്ക് വേണ്ടി മരിച്ചും പോയി. ഈ കമ്പനിയുടെ പ്രതിനിധികൾ വന്നതിന് ശേഷം എന്താണ് നിങ്ങളോട് പറഞ്ഞത്? 26 വർഷം എന്ന് വിളിച്ചാലും അച്ഛൻ വരും വർക്കിന്. ശനിയാഴ്ചയായാലും ഞായറാഴ്ച ആയാലും രാവിലെ ഉച്ചയായാലും അച്ഛൻ എപ്പോൾ വിളിച്ചാലും എത്തും. അച്ഛൻ എപ്പോഴും എവിടെ കമ്പനിയിൽ എത്തും. ഓണർ വിളിച്ചു കഴിഞ്ഞാൽ. മിനിയാന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, കമ്പനി തീ പിടിച്ചപ്പോൾ എല്ലാവരും ഓടി, അച്ഛൻ ഓടി. എന്നിട്ട് അച്ഛനെ തിരിച്ച് പ്ലാന്റ് ഓഫ് ആക്കാൻ വിട്ട്. അച്ഛൻ പ്ലാന്റ് ഓഫ് ആക്കാൻ പോയപ്പോൾ പ്ലാന്റ് കൂടി തിരിച്ച് മരിച്ചു. ശ്രീജ, ഇവര് ഈ കാര്യമാണ് പറയുന്നത്. 26 വർഷമായിട്ട് അദ്ദേഹം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ അപകടത്തിൽ അദ്ദേഹം ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം വീണ്ടും തിരികെ പോയിക്കൊണ്ട് ബോയിലർ ഓഫ് ചെയ്യാനായിട്ട് ചെന്നതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് അപകടത്തിൽപ്പെടുകയും പിന്നീട് മരണം സംഭവിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ നഷ്ടപരിഹാരം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തൽക്കാലം ജോലിക്ക് പോകാൻ കഴിയില്ല. അതായത് അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, കണ്ണിനടക്കം പ്രശ്നമുണ്ട്, അതുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ്
കാര്യമാണ് പറയുന്നത്. ഏതായാലും വലിയൊരു രീതിയിലേക്ക് തന്നെ ഈ വിഷയം എത്തുകയാണ്. മന്ത്രി പി രാജീവിന്റെ മണ്ഡലമാണ്. ഈ ഒരു സ്ഥലത്തേക്ക് മന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പരാതിയായിട്ട് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ജനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് ഉപരോധം അടക്കമുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് കടന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഈ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയതിന് ശേഷം ഏകദേശം 12 മണിക്കൂർ ഇതിനോടകം തന്നെ പിന്നിടുന്നു. എന്നിട്ട് പോലും ഇത് സംസ്കരിക്കാൻ തയ്യാറാകാതെ ഏതായാലും മൃതദേഹവുമായിട്ട് ഇവരിപ്പോൾ ഏലൂരിലുള്ള ഈ റോഡ് ഇടയാറിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ശ്രീജ. ശരി കിരൺ, ഇടയാറിലെ വ്യവസായ മേഖലയിലെ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹവുമായി അവരുടെ ഭാര്യയും മകനും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവർ ആരോപിക്കുന്നു തനിക്ക് അസുഖമുണ്ട്, തൻ്റെ 3 മക്കളെ വളർത്തേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് 25 ലക്ഷം രൂപ നൽകണമെന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം.